അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലിസാനിലെ 8ാമത്തെ പാഠമായ എണ്ണൽ സംഖ്യകള്, എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവും അദദ് മഅദൂദ് എന്നുള്ള പാഠത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സിമ്പിളായി നിസ്സാരമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ മുൻ വർഷങ്ങളിൽ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കപ്പെട്ടതായ ക്വസ്റ്റ്യൻസുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ കാണുക. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ്. ആദ്യം ഇപ്പൊ നമുക്ക് നൽകപ്പെട്ട ചിത്രത്തിൽ നോക്കി മനസ്സിലാവും, ആദ്യത്തെ കോളത്തിൽ 1 മുതൽ 10 വരെ ഉണ്ട്, രണ്ടാമത്തെ കോളത്തിലുണ്ട്. നമുക്ക് നൽകപ്പെട്ട വസ്തു മുദക്കറാണെങ്കിൽ, അതായത് ആണുങ്ങളെ പേരിലുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഇബ്ന്, അതുപോലെ ദാരിസ്, തുല്ലാബ്, ആ രൂപത്തിൽ ആണുങ്ങളെ കുറിച്ച് പറയപ്പെടുന്നതാണെങ്കിൽ ആദ്യത്തെ കോളത്തിൽ നൽകപ്പെട്ട രൂപത്തിലാണ് എണ്ണ വാഹിദുൻ, ഇസ്നാനിൻ. ഈ രണ്ടെണ്ണം സാധാ മുദക്കർ രൂപത്തിൽ തന്നെ എണ്ണും. അതിനുശേഷം ബാക്കി വരുന്നത് 3 മുതൽ 10 വരെ എന്താവും, സലാസത്തുൻ, അർബഅത്തുൻ, ഹംസത്തുൻ, സിത്തത്തുൻ. ആ രൂപത്തിൽ ഫുള്ള് കൂടെ ചേർത്തിട്ടാണ് എന്താവുക പിന്നെ പോവുക. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആണാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം വാഹിദും ഇസ്നാനിയക്കാരം, 3 മുതൽ 10 വരെയുള്ളത് ഫുള്ള് എന്താവും കൂടെ കൂട്ടി എഴുതണം. അപ്പോൾ സലാസത്തുൻ അർബഅത്തുൻ ആ രൂപത്തിൽ എഴുതണം. ഇനി പെണ്ണാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം വാഹിദത്തുൻ, അതുപോലെ ഇസ്നത്താനി, രണ്ടിലും ത ഉണ്ടാവും. ബാക്കിയുള്ളതിലൊന്നും ത ഉണ്ടാവൂല. സലാസ, അർബഅ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ ആ രൂപത്തിലേക്ക് മാറും എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ എണ്ണപ്പെടുന്ന വസ്തു, അതാ ഒരു പേനയെ കുറിച്ചാണ് നമ്മൾ എണ്ണപ്പെടുന്നതെങ്കിൽ ആ പേനയാണ് മഅദൂദ്. അത് എത്രണ്ണമുണ്ട്, ഒന്നാണെന്നുണ്ടെങ്കിൽ അതാണ് അദദ്. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണവും, മഅദൂദ് പറഞ്ഞാൽ ആ എണ്ണപ്പെടുന്ന വസ്തുവുമാണ്. ഇപ്പൊ കലമുൻ വാഹിദുൻ, പേന എത്രണ്ണാണ്? പേന ഒന്നുള്ളൂ. കലമുൻ വാഹിദുൻ ആ രൂപത്തിലാണ് അദദ് മഅദൂദ് വരിക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യത്തെ 1, 2 എന്നുള്ളത് ഇത് രണ്ടും എഴുതുന്ന സമയത്ത് ആദ്യം ആ വസ്തുവിന്റെ പേരാണ് ഇത് കലമുന്ന്, പിന്നെയാണ് എണ്ണ ഇത് വാഹിദുന്ന്. രണ്ടാമത്തെ എന്താ ഇത് ഇസ്നാനി, കലമാനി. മൂന്നാമത്തേക്ക് എത്തുമ്പോൾ എന്താവും, മാറും. സലാസത്തുന്ന് ആദ്യം വരും, എണ്ണ ആദ്യം വരും, പിന്നെയാണ് വസ്തുവിന്റെ പേര് വരിക. 3 മുതൽ 10 വരെ ആദ്യം എണ്ണവും രണ്ടാമത് വസ്തുവിന്റെ പേരുമായിരിക്കും. 1, 2 ആദ്യം എണ്ണം, പിന്നെയാണ് വസ്തുവിന്റെ പേര് വരിക. 3 മുതൽ 10 വരെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതന്നെയാണ് മുഅന്നസിൽ വരിക, പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് വരിക. അവിടെ തുടക്കത്തിൽ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. തുടക്കത്തിൽ വാഹിദത്തുൻ ഇസ്നത്താനി എന്ന് വരും, അതിന് ശേഷമുള്ള ഫുള്ള് മുദക്കറായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കാണിച്ച ചിത്രം നോക്കുക. മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് ഈ രൂപത്തിലായിരിക്കും എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പൊ മഅദൂദ് മുദക്കർ എന്ന് പറയുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു ഒരു ആണിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കലമുൻ ആ രൂപത്തില് കുറച്ച് വസ്തുക്കളാണ്. ഈ വസ്തുക്കളിൽ നിന്ന് ആണ് പെണ്ണ് വ്യത്യസ്തമായി തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. താ ഉണ്ടെങ്കിൽ അതെന്താണ്, പെണ്ണാണ്. താ ഇല്ലെങ്കിൽ അത് ആണാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെറിയ ക്ലാസ് ആണല്ലോ, അപ്പൊ അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ വാഹിദുൻ കലമുൻ കണ്ടോ, വാഹിദുൻ കലമുൻ വാഹിദുൻ, കലമാനി ഇസ്നാനി. ഇവിടെ രണ്ടിടത്തും എന്താണ്, ഫസ്റ്റ് കലമാണ് വന്നത്. ഇനി അടുത്ത് നോക്കി, അർബഅത്തു അക്ലാമിൻ, സലാസത്തു അക്ലാമിൻ, അവിടൊക്കെ താ കൂടി. അപ്പൊ ഈ ആണുങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് 3 മുതൽ 10 വരെ ഉള്ളതിൽ താ കൂടും. എവിടെ, എണ്ണൽ സംഖ്യയോട് കൂടെ. ബാക്കിയൊക്കെ അതേമാതിരി ജം അങ്ങനെ വരികയാണ് ചെയ്യാന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ മുഅന്നസ് പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയണെന്നുണ്ടെങ്കിൽ നേരെ എന്താവും, മാറും. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് നേരെ ഓപ്പോസിറ്റ് ആവും. അഥവാ മഅദൂദ് നമ്മൾ മനസ്സിലാക്കേണ്ട മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കേണ്ടത് വീണ്ടും പറയാണ്, ആ നൽകപ്പെട്ട വസ്തുവിൽ താ ഉണ്ടെങ്കിൽ കണ്ടോ, മിദല്ലത്തുൻ, അതുപോലെ എന്താണ് ബക്കറത്തുൻ, സയ്യാറത്തുൻ, തോവിലത്തുൻ, ദാരിസത്തുൻ ആ രൂപത്തിലൊക്കെ താ ഉണ്ടെങ്കിൽ എന്താണ്, ബിൻതുൻ, അങ്ങനെ ബൈത്തുൻ ആ രൂപത്തിലൊക്കെ താ വരുന്നുണ്ടെങ്കിൽ അത് മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം മിദല്ലത്തുൻ വാഹിദത്തുൻ, മിദല്ലത്താനി ഇസ്നത്താനി എന്നാ വരിക. ബാക്കി അവിടുന്ന് 3 മുതൽ 10 വരെ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആവും. സലാസു മിദല്ലാത്തിൻ, മറ്റേ ആണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ സലാസ്തു എന്നാ വരിക. അർബഉ മിദല്ലാത്തിൻ, ആണാണ്ടെങ്കിൽ എന്താ വരിക, അർബഅത്തു അക്ലാമിൻ എന്നാ വരിക. ആ രൂപത്തിലാണ് വരിക.
അപ്പൊ അത് മനസ്സിലാക്കിയാൽ തന്നെ ഈ അതത് മഅദൂദ് ഈ പാഠത്തിൽ വേറൊന്നും പ്രയാസമല്ല. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് ഇൻഷാ അള്ളാഹ് പിരിയാം. ഇപ്പൊ നമ്മൾ നമ്മുടെ മുന്നിലുള്ള ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പുസ്തകം അല്ലേ. അപ്പൊ എന്താണ് കിതാബുൻ, ഒന്നാവുമ്പോ ഫസ്റ്റ് ആ വസ്തുവിന്റെ പേരാണ് വരിക. കിതാബുൻ വാഹിദുൻ, കിതാബ് എന്നുള്ളത് എന്താണ് മുദക്കറാണ്, ആണാണ്. അതുകൊണ്ടാണ് അവിടെ വാഹിദുൻ എന്ന് പറഞ്ഞത്. അതിന് പെണ്ണാണെങ്കിൽ എന്ത് പറയുമായിരുന്നു? വാഹിദത്തുൻ എന്ന് പറയുമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ചിത്രം നോക്കി, നമുക്ക് മുന്നിൽ എന്താ വരുന്നത്? ഒരു കാറാണ്. സയ്യാറത്തുൻ, താ ഉണ്ടല്ലോ അതില്, അപ്പൊ എന്താണ്? മുഅന്നസാണ്, പെണ്ണാണ്. അപ്പൊ എന്ത് പറയും? വാഹിദത്തുൻ, സയ്യാറത്തുൻ വാഹിദത്തുൻ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ കാണുന്ന എന്താണ്? രണ്ട് കസേര അല്ലെ. കസേരക്ക് എന്താ പറയാ? കുർസി. അതിൽ ത ഉണ്ടോ? ഇല്ല, അപ്പൊ ആണാണ്. അപ്പൊ കുർസിയാനി ഇസ്നാനി. രണ്ട് തോവിലത്ത് പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ അല്ലെ. തോവിലത്ത് പറയുമ്പോ ഇതിൽ ത ഉണ്ട്, അപ്പൊ എന്താണ്? പെണ്ണാണ്. അപ്പൊ അതേമാതിരി തോവിലത്താനി ഇസ്നത്താനി, രണ്ട് മേശ ഉണ്ട്. കുർസിയാനി ഇസ്നാനി, രണ്ട് കസേര ഉണ്ട്. അപ്പൊ അടുത്ത ചിത്രം നോക്കി നിങ്ങൾ എന്തൊക്കെയാ കാണണേ? മൂന്ന് കോഴികള്, അതുപോലെ മൂന്ന് ഇലകള്. വറക്ക് എന്നാണ് ഇലക്ക് പറയാ. ഈ താ ഉണ്ടോ? ഇല്ല, അപ്പൊ ആണാണ്. അപ്പൊ മൂന്ന് മുതൽ ആണിന്റെ ഒപ്പം വരുന്നതിന് എന്താവും? താവ് കൂടും എണ്ണത്തിന്. അതാണ് സലാസത്തു ഔറാക്കിൻ. അതുപോലെ കോഴി അല്ലെ, ദജ്ജാജത്തുൻ, താ ഉണ്ടല്ലോ. അപ്പൊ സലാസു ദജ്ജാജത്തിൻ ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും ട്ടോ. താ വരില്ല പിന്നെ പെണ്ണുങ്ങളതില് 3 മുതൽ 10 വരെ. അപ്പൊ 4 നോക്കി, തുല്ലാബ്, താ ഇല്ലല്ലോ. അപ്പൊ അർബഅത്തു തുല്ലാബിൻ, ആണായതുകൊണ്ടാണ് എന്തായത്? അർബഅത്തു എന്ന് പറഞ്ഞത്. ഇനി പെണ്ണുങ്ങൾ നോക്കി, തോലിബാത്തിൻ, താ ഉണ്ട്. അപ്പൊ അർബഉ തോലിബാത്തിൻ, പെണ്ണാവുമ്പോ എന്താവൂല? 3 മുതൽ 10 വരെ എണ്ണത്തിനോട് കൂടെ താ ഉച്ചരിക്കൂല. ഇനി കിതാബ്, കുത്തുബ്, ഹംസത്തു കുത്തുബിൻ അല്ലെ. ഹംസത്തു കുത്തുബ് പറയാൻ കാരണം എന്താ? കുത്തുബിന്റെ അവസാനം താ ആണോ? അല്ല. പക്ഷെ മുദരിസാത്ത് അവസാനത്തിൽ താ ഉണ്ട്. അപ്പൊ ഹംസു മുദരിസാത്തിൻ, മുദരിസാത്ത് മുഅന്നസ് ആയതുകൊണ്ട് അവിടെ എന്തായി? ഹംസന്റെ ഒപ്പം താ ഉൾപ്പെടുത്തിയില്ല. ഇനി 6 നോക്കി, സിത്തത്തു അതിബ്ബഇൻ, ഡോക്ടർമാരാണല്ലേ. താ ഇല്ലല്ലോ അവസാനത്തില്. അതുകൊണ്ട് എന്തായി? എണ്ണത്തിനോട് കൂടെ താ കൂട്ടിക്കൊടുക്കും. സിത്തത്തു അതിബ്ബഇൻ. ഇനി പെണ്ണുങ്ങൾ അടുക്ക് വരുമ്പോ നേരെ ഓപ്പോസിറ്റ് ആണ്. മുമരിവാത്ത്, നഴ്സുമാരാണ്. 6 നഴ്സുമാര്. അപ്പോ മുമരിലാത്തിന് പോയി താ ഉണ്ട്. അപ്പൊ സിത്ത് മുമരിലാത്തിൻ. ഇനി തുയൂർ എന്ന പക്ഷികള്, താ ഇല്ലല്ലോ. അപ്പൊ സബഅത്തു തുയൂർ, 7 പക്ഷികള്. അതുപോലെ നആമാത്ത്, ഒട്ടക പക്ഷി. നആമാത്ത് പറയുമ്പോ താ ഉണ്ട്, അപ്പൊ പെണ്ണാണ്. അപ്പൊ സബോ നആമാത്തിൻ, പെണ്ണാകുമ്പോൾ 3 മുതൽ 10 വരെയുള്ളതില് താ ഉപയോഗിക്കൂല. എണ്ണൽ സംഖ്യയോട് കൂടെ. ഇനി സമാനിയത്ത് ഉറൂദ്, വർദ് റോസ് പൂവാണ്. താ ഇല്ലല്ലോ, അപ്പൊ ആണാണ്. അപ്പൊ സമാനിയത്തു ഉറൂദ്, എണ്ണൽ സംഖ്യയുടെ കൂടെ താ കൂട്ടിക്കൊടുക്കും. ഇനി ഇപ്പുറത്ത് ദർറാജത്ത് അല്ലെ, സൈക്കിള്, താ ഉണ്ട്. ദർറാജാത്ത്, അപ്പൊ സമാനി ദർറാജാത്തിൻ, താ വന്നുകൊണ്ട് എന്താണ്? പെണ്ണാണ്. അപ്പൊ സമാനി ദർറാജാത്തിൻ. ഇനി അടുത്ത ചിത്രം നോക്കി, അഷറത്തു ലുക്കൂരിൻ, ലുക്കൂർ എന്ന എന്താണ്? പുരുഷന്മാര്. അഷറത്തു ലുക്കൂർ, 10 പുരുഷന്മാര്. ദുക്കൂറിൽ താ ഇല്ല. പിന്നെ സബ്ബൂറാത്ത്, താ ഉണ്ട്. അപ്പൊ എന്താണ്? പെണ്ണാണ്. അപ്പൊ എണ്ണൽ സംഖ്യയിൽ താ വരില്ല. അഷറൂന്നേ പറയുള്ളൂ, അഷറത്തൂന്ന് പറയൂല. ഇനി കഴിഞ്ഞ വർഷം വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കട്ടോ. ഇപ്പൊ നൽകപ്പെട്ട വഫിക്കാണ്, ചേരുംപടി ചേർക്കാന്. സബഅത്തുൻ അർബഉ കിതാബുൻ അഷറത്തുൻ സയ്യാറത്തുൻ വാഹിദുൻ ലുക്കൂറുൻ തുയൂറുൻ വാഹിദത്തുൻ തോലിബാത്തുൻ. വളരെ സുഖാണ്. ഈ ക്ലാസ് കേട്ടവർക്ക് വളരെ സുഖേക്കാരം. നമുക്ക് ജസ്റ്റ് നോക്കട്ടോ എങ്ങനെ വരാന്ന്. ഇപ്പൊ സബഅത്ത് എന്ന് പറയുമ്പോ അവിടെ താ ഉണ്ട്. അപ്പൊ വാഹിദുൻ എന്തായാലും വരില്ല. എന്ത് വരുള്ളൂ? ദുക്കൂറ് അല്ലെ. സബഅത്തു ദുക്കൂറിൻ, 7 പുരുഷന്മാര്. കാരണം താ ഉണ്ടെങ്കിൽ മുഅന്നസിന്റെ ഒപ്പം വരുമോ? വരില്ല. അതുകൊണ്ട് അവിടെ തോലിബാത്ത് പറ്റൂല കേട്ടോ. ഈ അർബഉ എന്നുള്ളതിന്റെ ഒപ്പം താ ഉണ്ടോ? ഇല്ല. പക്ഷെ തോലിബാത്ത് എന്നുള്ളിൽ എന്തുണ്ട്? താ ഉണ്ട്. ഈ പെണ്ണാകുമ്പോ 3 മുതൽ 10 വരെ ഉള്ളിൽ എന്താവും? താ ഉണ്ടാവില്ലല്ലോ എണ്ണൽ സംഖ്യയില്. അപ്പൊ അർബഉ തോലിബാത്തിൻ. അടുത്തത് കിതാബുൻ വാഹിദുൻ, എന്തേക്കാരം? മുദക്കറന്നേക്കാരം, 1ഉം 2ഉം. ഇനി പെണ്ണാണെങ്കിൽ അതേമാതിരി വാഹിദത്തുൻ മിളല്ലത്തുൻ എന്ന് പറയണമാരാണ് വരിക. കണ്ടോ? സയ്യാറത്തുൻ വാഹിദത്തുൻ. എന്തുകൊണ്ടാണ്? പെണ്ണാകുമ്പോ 2ലും താ ഉണ്ടാവും, 1ഉം 2ഉം പറയുമ്പോ ട്ടോ. അതുപോലെ ആണാകുമ്പോ 1ഉം 2ഉം പറയുമ്പോ 2ലും താ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. 3 മുതൽ 10 വരെയാണ് മാറ്റമുള്ളത് കേട്ടോ. അഷറത്തു തുയൂറുൻ, ഈ രൂപത്തില് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കേട്ടോ.
അടുത്ത ചോദ്യം നോക്കി നിങ്ങള്. എന്താ ചോദ്യം? ബ്രാക്കറ്റ് നിർത്തിയതാണ്. അതതുൽ മുനാസിബുലി സബൂറാത്തിൻ. സബൂറാത്ത് എന്നുള്ള പാദത്തിനോട് യോജിച്ചൊരു സംഖ്യ മേലണ്ട് അടുത്തിയതാണ്. മേലെ ബ്രാക്കറ്റിൽ തിസ് ഉണ്ട്, പോലെ തിസ് എത്തുന്നുണ്ട്. സബൂറാത്ത് എന്നാ പറഞ്ഞല്ലേ. അപ്പൊ സബൂറാത്ത് എന്ന് പറയുമ്പോ അതിൽ താ ഉണ്ട്. താ ഉണ്ടെങ്കിൽ എന്താണ്? താ ഉണ്ടെങ്കിൽ പെണ്ണാണ്. പെണ്ണാവുമ്പോൾ തിസ് എന്ന് കൊടുക്കാൻ പറ്റുമോ, തിസ് എന്ന് കൊടുക്കാൻ പറ്റുമോ? പെണ്ണാവുമ്പോ തിസ് എന്ന് വരില്ല, രണ്ടിലും താ ഉണ്ടാവൂല. അപ്പൊ എന്താണ് ശരി ഉത്തരം വരിക? തിസ് ഓ. രണ്ടിലും താ വരില്ല എന്ന് മനസ്സിലാക്കട്ടോ. അടുത്ത് നോക്കി. ഇന്ദഹു എന്റെ അടുക്കലുണ്ട്, മിളല്ലാത്തിൻ എന്ത്? കൊട. മിളല്ലാത്ത് എന്ന് പറയുമ്പോ എന്താണ്? താ ഉണ്ടല്ലേ. താ ഉണ്ടാവുമ്പോ എന്താണ്? പെണ്ണാണ്. അപ്പൊ ഏതാണ് വരിക? അർബഅത്ത് എന്ന് വരുമോ? ഇല്ല, രണ്ട് താ ഒരുമിച്ച് വരില്ല. 3 മുതൽ 10 വരെ ഉള്ളില്. അർബ പറഞ്ഞ 4 അല്ലേ. അപ്പൊ ഏതാ വരിക? അർബഉ മിളല്ലാത്തിൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ്സുകളുമായി ഇൻഷാ അല്ലാഹ് ഉടനെ വരുന്നതാണ്.